പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി, അഭിനന്ദരായ പിതാക്കന്മാരെ, കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, കർത്താവിൽ വിശ്വാസികളെ, മലങ്കര സഭയുടെ പരിശുദ്ധ പിതാവായ ഒടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ഓർമ്മ ആഘോഷപൂർവ്വം നാം കൊണ്ടാടുകയും ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ സഭ മൊത്തമായും ശരണപ്പെടുകയും ചെയ്യുകയാണല്ലോ. കഴിഞ്ഞ സന്ധ്യയിൽ ബഹുമാനനായ PA ഫിലിപ്പച്ചൻ ഒടശ്ശേരിൽ തിരുമേനിയുടെ ജീവിത ദർശനത്തെപ്പറ്റി സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു. ഭക്തി മാർഗവും ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഒരുപോലെ സമന്വയിച്ച ഒരു ത്രിവേണി സംഗമമായിരുന്നു പരിശുദ്ധനായ ഒടശ്ശേരിൽ തിരുമേനി എന്ന് ഇന്നലെ ഒടശ്ശേരിൽ തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ നാം കേട്ടു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഭക്തിമാർഗവും ജ്ഞാനമാർഗവും കർമ്മമാർഗവും എല്ലാം ഒരുപോലെ സമന്വയിച്ച അനേകം പിതാക്കന്മാരുണ്ട്. അതിൻ്റെ ചരിത്ര വഴികളിൽ ഈ സഭയെ ഈ 3 ദർശനങ്ങളോടും കൂടി അനുഗ്രഹീതമായി നയിച്ച പിതാക്കന്മാരുടെ ഗണത്തിൽ മുഖ്യമായ സ്ഥാനം ഒടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിക്ക് ഉണ്ടാവുകയും അങ്ങനെ ഈ സഭയെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാരതീയ പാരമ്പര്യത്തിൻ്റെയും മാർത്തോമ പൈതൃകത്തിൻ്റെയും ദർശനത്തിൽ ഈ സഭയെ വളർത്തുവാൻ തക്കവണ്ണം അക്ഷീണം യത്നിക്കുകയും ചെയ്തു. മലങ്കര സഭ അതുള്ളിടത്തോളം കാലം ഈ പിതാവിൻ്റെ മധ്യസ്ഥത എപ്പോഴും നമ്മുടെ ജീവിത വഴികളിൽ അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. പൗരസ്ത്യ പാരമ്പര്യത്തിലും വേദപുസ്തക ദർശനത്തിലും പിതാക്കന്മാരുടെ ഓർമ്മയും അവരുടെ സ്മരണയും നമ്മുടെ ജീവിത വഴികളിൽ എന്നും അനുഗ്രഹമായി നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ 4 പേരുടെ കഥ പറയുന്നതാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും കഥ പറയുന്നതാണ്. അതിൽ അവസാനത്തെ പിതാവായ ജോസഫ് ഈജിപ്തിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു, അടിമത്ത നാട്ടിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്ന സന്ദർഭം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ സവിസ്തരം രേഖപ്പെടുത്തുന്നുണ്ട്. മരിക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നാം ഇവിടെ വെച്ച് മരിക്കുകയാണ്. നമ്മുടെ പിതാവായ യാക്കോബ് മരിക്കുമ്പോൾ ഞാനിവിടെ മന്ത്രിയായിരുന്നു, എനിക്കെല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറടക്കം അതുകൊണ്ട് ആഘോഷമായിട്ട് നടത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. 3 ദിവസത്തെ യാത്ര ചെയ്ത് അങ്ങ് ഹെബ്രോനിൽ കൊണ്ടുപോയി അബ്രഹാമിനെ അടക്കം ചെയ്ത സ്ഥലത്ത് യാക്കോബിനെ അടക്കം ചെയ്യുവാൻ തക്കവണ്ണമുള്ള സൗകര്യം അന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ നമുക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് മാറി. ഈജിപ്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ മാറി. ഞാനിവിടെ വെച്ച് മരിക്കുമ്പോൾ എന്നെ നമ്മുടെ പിതാവായ യാക്കോബിനെ അടക്കം ചെയ്തതുപോലെ ഹെബ്രോനിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനുള്ള സൗകര്യം നമുക്കിന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ അടക്കം ചെയ്തു.
പക്ഷെ ഒരിക്കൽ യഹോവ നമ്മെ സന്ദർശിക്കും. ഒരിക്കൽ യഹോവ നമ്മെ സന്ദർശിച്ച് ഈ അടിമ വീട്ടിൽ നിന്നും നിങ്ങളെ കൈപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ അനാഥമായി ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടേക്കരുത് എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുപ്പിച്ചാണ് യാക്കോബ് മരിച്ചത്, ജോസഫ് മരിച്ചത്. അതോടുകൂടിയാണ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അവസാനിക്കുന്നതും. പിന്നെ പുറപ്പാട് പുസ്തകം നമുക്കറിയാം, മോശയുടെ ജനനവും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുമൊക്കെയാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. റാബിനിക് ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിറ്ററേച്ചറാണ് ഹഗദ എന്ന് പറയുന്നത്. യഹൂദ റാബിമാർ പഴയ നിയമത്തിന് നൽകിയിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻസ് ആണത്. അതിൽ ജോസഫിന്റെ അസ്ഥികൾ കണ്ടെത്തിയ സംഭവം പരാമർശിക്കുന്നുണ്ട്. യഹൂദ റാബിമാരുടെ പഠിപ്പിക്കലുകളിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഫറവോനുമായിട്ട് സ്വാതന്ത്ര്യ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടുമ്പോൾ നമുക്കറിയാം 10 ബാധകളുടെ കഥയൊക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ടല്ലോ. അവസാനത്തെ കടിഞ്ഞൂൽ സംഹാരത്തോടുകൂടി ഫറവോൻ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തു. ഇസ്രായേലിൽ വലിയ സന്തോഷമായി. അവർ ഈജിപ്ഷ്യൻസിനെ കൊള്ളയടിച്ചു, കൊള്ള മുതൽ പങ്കിട്ടു. അങ്ങനെ യാത്ര തിരിക്കാൻ എല്ലാം പാക്ക് ചെയ്ത് ആഘോഷം നടക്കുകയാണ്. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം ദുഃഖിതനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് മറ്റാരുമല്ല, മോശ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ച ഗാന്ധിജി ദുഃഖിതനായി നടന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകിയ, അതിന് നേതൃത്വം എടുത്ത മോശ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മറ്റെല്ലാവരും ആഘോഷങ്ങൾ നടത്തുമ്പോൾ മോശ ദുഃഖിതനായി നടന്നു. അതിന്റെ കാരണം മോശ ഓർത്തു, തന്റെ പിതാക്കന്മാർ സത്യം ചെയ്തത് ജോസഫിന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകണം എന്ന് പ്രതിജ്ഞ മോശ ഓർത്തു. പക്ഷെ മോശയ്ക്ക് അറിയത്തില്ല ജോസഫിന്റെ അസ്ഥികൾ എവിടെയാണെന്ന്. അഷേറിന്റെ മകളായ ഹാന ഓടി വന്ന് പറഞ്ഞു, ജോസഫിന്റെ അസ്ഥികളെ ഫറവോൻ നൈൽ നദിയിൽ മുക്കിക്കളഞ്ഞു. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ഫറവോന് അറിയിപ്പ് കിട്ടി, ജോസഫിന്റെ അസ്ഥികൾ ഇല്ലാതെ ഇവരിവിടുന്ന് പോകുകയില്ല. അങ്ങനെയെങ്കിൽ അവർ പോകുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കക്കാര് ഒസാമ ബിൻ ലാദനെ കൊന്ന് കടലിൽ ഓർമ്മ പോലും ഇല്ലാതെ മുക്കിക്കളഞ്ഞ പോലെ ജോസഫിന്റെ അസ്ഥികൾ നൈൽ നദിയിൽ ഫറവോൻ മുക്കിക്കളഞ്ഞു. മോശ ഓടി നൈൽ നദിയുടെ തീരത്തോടി. അവിടെ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാവായ ജോസഫേ, നീ എന്ന് പറഞ്ഞിരുന്നത് പോലെ ഇതാ യഹോവ നിന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഈ അടിമത്ത വീട്ടിൽ നിന്നും മോചനം പ്രാപിച്ച് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം യഹോവ ഇതാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പക്ഷേ ആ അനുഗ്രഹം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകാതെ നിന്റെ അസ്ഥികൾ ഞങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഹഗദായിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൈൽ നദിയിൽ മോശയുടെ അസ്ഥികൾ, ജോസഫിന്റെ അസ്ഥികൾ അടങ്ങിയ പേടകം പൊങ്ങി വന്നു എന്നാണ്. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ 2 പേടകങ്ങൾ അവർ വഹിച്ചിരുന്നു. അവർക്ക് അനുഗ്രഹമായി പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം അവർ വഹിച്ചിരുന്ന, പുരോഹിതന്മാർ വഹിച്ചിരുന്ന 2 പേടകങ്ങൾ. ഒന്ന് സീനായ് മലയിൽ വെച്ച് യഹോവ മോശയ്ക്ക് നൽകിയ ദൈവവചനത്തിന്റെ നിയമ പലകകൾ അടങ്ങിയിരിക്കുന്ന പേടകം. രണ്ടാമത്തത് ജോസഫിന്റെ അസ്ഥികൾ അടങ്ങിയിരിക്കുന്ന പേടകം. ഈ 2 പേടകങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ
തന്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരെ നയിക്കുവാൻ തക്കവണ്ണം അവർ കൂടെ ആ യാത്രയിൽ കൂടെ കരുതിയിരുന്ന സംഗതികളാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ യാത്ര ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂ യാത്രയോട് തുല്യമാണ്. നമ്മുടെ ജീവിതത്തെ അങ്ങനെയാണ് പിതാക്കന്മാർ ഉപമിക്കുന്നതും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പേടകങ്ങളും പ്രധാനപ്പെട്ടതാണ് ഈ ജീവിതയാത്രയിൽ. ദൈവവചനം അടങ്ങിയിരിക്കുന്ന നിയമപലകകൾ അടങ്ങിയിരിക്കുന്ന പേടകം, അതാണ് പിൽക്കാലത്ത് യെരൂശലേം ദേവാലയമായിട്ട് മാറിയത്. മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആരാധനാലയങ്ങളെല്ലാം അതിന്റെ പ്രതീകങ്ങളാണ്. ദൈവവചനവും ജഡം ധരിച്ച ദൈവവചനമാകുന്ന യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ അത് കൈകാര്യം ചെയ്യുന്ന ദേവാലയങ്ങൾ. ഈ ജീവിതയാത്രയിൽ ദേവാലയങ്ങൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ്. അത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മവുമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പൂർവികരായ പിതാക്കന്മാരുടെ ഓർമ്മ അടങ്ങിയിരിക്കുന്ന പേടകം. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ കബറും അദ്ദേഹത്തിന്റെ ഓർമ്മയും അനുസ്മരണവുമെല്ലാം മലങ്കര സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ ജീവിതയാത്രയിലെ അനുഗ്രഹത്തിന്റെ പേടകങ്ങളാണ്. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് മലങ്കര സഭ അദ്ദേഹത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം നൽകി ബഹുമാനിക്കുകയും സഭാഭാസുരൻ എന്ന പദവി നൽകി ബഹുമാനിക്കുകയും പരിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ആ വിശുദ്ധന്റെ മധ്യസ്ഥത ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കൊണ്ടാടുകയും ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിക്കുകയും മലങ്കര സഭയുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും വേദശാസ്ത്രവും പുതിയ തലമുറയ്ക്ക് പിൻതലമുറയ്ക്ക് കൈമാറി നൽകുകയും ഇത് സുസംഘടിതമായ ശക്തമായ ഒരു ദൈവ സമൂഹമായി വളർന്നു വരണം എന്നുള്ളതിന് വേണ്ടി കർമ്മമാർഗത്തിലൂടെ ഒരു ഭരണഘടന അതിനെ രൂപകൽപ്പന ചെയ്യുകയും മലങ്കര സഭയെ അനുഗ്രഹകരമായിട്ട് ശ്രേഷ്ഠമായിട്ട് വളർത്തുവാൻ തക്കവണ്ണം തന്നാലാവുന്ന എല്ലാം പ്രവർത്തിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ സന്തോഷം അനുഭവിക്കുന്ന പിതാവിന്റെ ഓർമ്മ നമ്മുടെ അനുഗ്രഹത്തിന്റെ പേടകമായി നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ചുമതലയിലായിരുന്ന അഭിനന്ദനായ മക്കാരിയോസ് തിരുമേനിയുടെയും ഓർമ്മ ഈ ദിവസം നാം കൊണ്ടാടുകയാണല്ലോ. ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തെ നയിച്ച യഹോവ ഇവരുടെ മധ്യസ്ഥതയിലൂടെ നമ്മെ അനുഗ്രഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പന്ഥാവിലേക്ക് വഴികളിലൂടെ നയിച്ച് ഈ സഭയെ മറ്റേ ലോകത്തെ ഓർത്തഡോക്സ് സഭകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമൂഹമായി വളരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളുടെ ജീവവഴികളിൽ അവർക്ക് ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും നാളുകളിൽ സന്തോഷത്തിന്റെയും നന്മകളുടെയും മധ്യസ്ഥരായി പിതാക്കന്മാർ നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.